കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരി? പെയിന്റ് കമ്പനികളെ കടന്നുകയറ്റം ഉദ്ദേശിക്കുമ്പോൾ നിലവിൽ പെയിന്റ് മാനുഫാക്ചറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്, ബെർജർ പെയിന്റ്, ജോട്ടൺ പെയിന്റ്, നെറാലാക് പെയിന്റ്, ഇൻഡിഗോ പെയിന്റ് അടക്കമുള്ള വിവിധ കമ്പനികൾ നേരിട്ട് വർക്ക് എടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് തൊഴിലാളികളെ വർക്ക് ഇല്ലാതാക്കുക, പണിയില്ലാതാക്കുകയാണ്. ശരിക്കും അവരെ സംബന്ധിച്ച് പെയിന്റ് പ്രൊഡക്ഷൻ നടത്തുന്ന ആ പ്രൊഡക്റ്റിന്റെ സെയിൽ മാത്രം നോക്കിയാൽ മതി. അതിലുപരി ആയിക്കൊണ്ട് എക്സിക്യൂട്ടീവ്സിനെ വിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി, വെബ്സൈറ്റുകൾ വഴി പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അവര് വളരെയധികം കാശ് മുടക്കിക്കൊണ്ടാണ് ഈ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അത്തരത്തിൽ നേരിട്ട് ക്ലയന്റുമായിട്ട് ബന്ധം സ്ഥാപിക്കും. എന്നിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പെയിന്റ് തൊഴിലാളികളെ തന്നെ ഇവരുടെ കമ്പനിയുടെ സ്റ്റാഫുകളാണ്, അല്ലെങ്കിൽ കമ്പനി 1-2 ദിവസം ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് ലേബൽ കൊടുത്തുകൊണ്ട് മൊത്തം വർക്ക് എടുത്ത് കടങ്ങളെടുത്ത് ചെയ്യുന്ന സംവിധാനമാണ്. അപ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള പെയിന്റ് കോൺട്രാക്ടർമാരും തൊഴിലാളികളെ ബാധിക്കുന്ന 2 രീതിയിലാണ് ബാധിക്കുന്നത്. ഒന്ന്, ഇവർക്ക് തൊഴിലില്ലാതാകുന്ന സാഹചര്യം വരികയാണ്. 2, ഇവരുടെ വേതനം ഈ കമ്പനിക്കാരെ നിശ്ചയിക്കുന്ന സാഹചര്യത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മിനിമം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 1000 രൂപ ശമ്പളം പ്രതിദിന വരുമാനം പോരാ. അത്രത്തോളം ചെലവുകളുള്ള ഒരു സാഹചര്യത്തിൽ ഇവ കമ്പനിക്കാർ നിശ്ചയിക്കുന്ന കൂലിക്ക് നമ്മൾ പണി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തോടെ പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കണം. അങ്ങനെ ഒരു പ്രതിരോധം നമ്മൾ രൂപീകരിക്കുമ്പോൾ അത് ക്രിയാത്മകമായ രീതിയിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് പറ്റുന്നതുകൂടിയായിരിക്കണം.